അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ്, ഒരു യഹൂദിയായ ഒരു മനുഷ്യൻ തൻ്റെ ചരക്ക് വിൽക്കാൻ വേണ്ടി കമ്പോളത്തിൽ ചെല്ലുകയാണ്. ആ ചരക്ക് പ്രദർശിപ്പിച്ച സമയത്ത് മറ്റൊരാൾ വന്ന് അതിന് വില പറയുകയുണ്ടായി. പക്ഷേ ആ ജൂതനായ മനുഷ്യൻ ആ വില ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഈ പറഞ്ഞ വിലക്ക് നിങ്ങളുടെ ചരക്ക് വിൽക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല, ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞു, ലാ വല്ലദി ഇസ്തഫാ മൂസ അലൽ ബശർ, മുഴുവൻ സൃഷ്ടികളിൽ നിന്നും ഉത്കൃഷ്ടനും ഉദാത്തനുമായി അല്ലാഹു തആല തെരഞ്ഞെടുത്ത മൂസാ നബി അലൈഹിസ്സലാമാണ് സത്യം. ഞാൻ ഒരിക്കലും നിങ്ങൾ പറഞ്ഞ വിലക്ക് എൻ്റെ ചരക്ക് വിൽപ്പന നടത്തുകയില്ല. ഈ ഒരു വാക്ക് അവിടെ അൻസാരികളിൽപ്പെട്ട ഒരാൾ കേൾക്കുകയുണ്ടായി. എന്താണ് നിങ്ങൾ പറഞ്ഞത്? വിൽപ്പനക്കാരനായ ആ ചരക്കിന്റെ ഉടമ പറഞ്ഞു, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും ഉത്കൃഷ്ടരായ മൂസാ നബിയാണ് സത്യം. ഞാൻ എൻ്റെ ചരക്ക് അദ്ദേഹം പറഞ്ഞ വിലക്ക് വിൽക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് അൻസ്വാരിയായ ആ മനുഷ്യന് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ലോകത്തുള്ള മൊത്തം മനുഷ്യരിലും ഉത്കൃഷ്ടനാണ് മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അംഗീകരിക്കുന്ന അൻസ്വാരിയായ സ്വഹാബത്തിന് പ്രിയപ്പെട്ടവരെ അത് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ അദ്ദേഹം ഒരൊറ്റ അടിയങ്ങ് കൊടുത്തു. ആ സമയത്ത് ജൂതനായ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അടിച്ചത്? അപ്പോൾ പറഞ്ഞു, തഖൂലു വല്ലദീ ഇസ്തഫാ മൂസാ അലൽ ബശരി വറസൂലുള്ളാഹി ബൈന അദ്ഹുരിനാ. ഇന്ന് നബി തങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരിക്കെ ലോകത്തുള്ള മൊത്തം മനുഷ്യരിലും ഉത്കൃഷ്ടനായ മൂസാ നബി അലൈഹിസ്സലാം എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? അത് വാസ്തവ വിരുദ്ധല്ലേ? അതുകൊണ്ട് അത് അംഗീകരിച്ചു തരാൻ പറ്റില്ല. ആ ധാരണ തിരുത്തണം. അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. അതിനാണ് അടിച്ചത് എന്ന് പ്രിയപ്പെട്ടവരെ അൻസ്വാരിയായ ആ സഹാബത്ത് പറഞ്ഞപ്പോൾ ആ ജൂതനായ മനുഷ്യൻ അദ്ദേഹത്തെയും വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, യാ അബൽ ഖാസിം ഇന്നലി ദിമ്മതൻ വാഹിദ. നബിയെ, എനിക്ക് നിങ്ങൾ സംരക്ഷണം നൽകണം, എന്നെ നിങ്ങൾ സഹായിക്കണം. എന്റെ മുഖത്ത് അടിച്ച ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഇതിൽ നിങ്ങൾ ഇടപെടണമെന്ന് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. എന്താണ് സംഭവം? ഞാനൊരു ചരക്ക് വിൽപ്പന നടത്താൻ വേണ്ടി ടൗണിൽ വന്നു, കമ്പോളത്തിൽ വന്നു. അതിനൊരാൾ വില പറഞ്ഞു. ഏറ്റവും ചീപ്പ് റേറ്റാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇല്ല, ലോകത്തെ ജനങ്ങളിൽ ഉത്കൃഷ്ടനായ മൂസാ നബിയാണ് സത്യം. ഈ വിലക്ക് എനിക്ക് വിൽപ്പന നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ മുഹമ്മദ് നബിയേക്കാൾ ഞാൻ ഉന്നതനാക്കി എന്ന കാരണം കൊണ്ട് ഇദ്ദേഹം എന്റെ കരണത്തടിച്ചു, എന്റെ മുഖത്തടിച്ചു. അതാണ് എന്റെ പരാതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്തെ ഉത്കൃഷ്ടൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ലോകത്തെ ഇസ്ലാമിക പ്രബോധനത്തിന് കടന്നു വന്ന അമ്പിയാക്കളിൽ പ്രവാചക പരമ്പരക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് അവസാനമായി ലോകത്ത് കടന്നു വന്ന അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ പറയുന്നത് തന്നെ അഷ്റഫുൽ ഖൽഖ് എന്നാണ്. അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൃഷ്ടികളിൽ, ഈ ലോകത്ത് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള മുഴുവൻ സൃഷ്ടികളിലും ഉത്കൃഷ്ടനാണെന്നാണ്. അത് ലോക മുസ്ലിമീങ്ങൾ പ്രിയപ്പെട്ടവരെ ഇന്നോളം വരെ വിശ്വസിച്ചു വരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ അഖീദയുടെ ഭാഗമായി നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. പ്രവാചകന്മാരിൽ 1,24,000 പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിച്ചതിൽ പ്രിയപ്പെട്ടവരെ മൊത്തം അമ്പിയാക്കളിൽ നിന്ന് ഉത്കൃഷ്ടരാണ് 313 മുർസലുകൾ എന്ന് പറയുന്നത്.
ആ 313 മുർസലീങ്ങളിൽ നിന്ന് പിന്നെയും ഉത്കൃഷ്ടരാണ് ഉലുൽ അസ്മുകൾ എന്ന് പറയുന്ന ദൃഢമാനസരായ 5 പ്രവാചകന്മാർ. ഇബ്രാഹിം നബിയും മൂസാ നബിയും നൂഹ് നബിയും അതുപോലെ ഈസാ നബിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണ് ഉലുൽ അസ്മായ പ്രവാചകന്മാർ. ആ ഉലുൽ അസ്മിൽ വെച്ച് പിന്നെയും അല്ലാഹു ഉത്കൃഷ്ടനാക്കിയ ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും ഉത്കൃഷ്ടനായ പ്രവാചകൻ വ്യക്തിത്വം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇങ്ങനെ ഒരു കാര്യം ആ അൻസ്വാരിയായ ആള് പറഞ്ഞിട്ട് ജൂതനായ മനുഷ്യനും മുസ്ലിമായ മനുഷ്യനും തമ്മിൽ തർക്കമുണ്ടായപ്പോ പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഈ തർക്കം തീർക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ തന്നെയാണോ ഉത്കൃഷ്ടൻ, നീ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. ഇവിടെയാണ് ഒരു നേതൃത്വത്തിന്റെ, ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ അവസ്ഥയെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ ക്ഷുഭിതനായി فغضب رسول الله صلى الله عليه وسلم حتى عرف الغضب على وجهه. നബി തങ്ങളുടെ മുഖത്ത് അവിടുത്തെ ദേഷ്യം ഇങ്ങനെ പ്രകടമാകും വിധത്തിൽ ചുവന്നു തുടിത്തു പോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തുഫദ്ദിലൂ ബൈന അംബിയാഇല്ലാഹ്. നിങ്ങളിപ്പോ ആരാണ് ഏറ്റവും നല്ല പ്രവാചകൻ, ഏറ്റവും ഉത്കൃഷ്ടൻ എന്ന് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ പരസ്പരം ചണ്ട കൂടേണ്ടതില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ ഞാനല്ല എന്ന് പറഞ്ഞില്ല, പക്ഷെ ആ പ്രശ്നം അവിടെ രമ്യമായി പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വർത്തമാനം അല്ലാഹുവിന്റെ റസൂൽ പറയാ. നിങ്ങൾ എന്തിനാണ് ഇപ്പൊ പരസ്പരം ആരാണ് ഉത്കൃഷ്ടൻ എന്ന് പറഞ്ഞത് തമ്മിൽ കൂടുന്നത്? തമ്മിൽ തല്ലുകൂടേണ്ട സമയമാണോ? ഇല്ല, നിങ്ങൾ അതിൽ പങ്കാളികളാകേണ്ട ആവശ്യമില്ല. എന്നിട്ട് പറയുന്നു, അതാ ഖിയാമത്ത് നാൾ വരുമ്പോൾ സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതുമ്പോ ലോകത്തുള്ള എല്ലാ മനുഷ്യരും മരണപ്പെട്ടു പോവുകയാണ്. പിന്നെ ഒരു ഓതുമ്പോൾ ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ, പിന്നെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും എണീറ്റ് മഹ്ശറിലേക്ക് പോകുന്നു. ഫഅകൂനു അവ്വല മൻ ബുഇസ, പുനർജന്മം നൽകപ്പെടുന്നവരിൽ ആദ്യത്താണ് ഞാനാണ്. ഔ ഫീ ഫൈദാ മൂസാ ആഖിദുൻ ബിൽ അർശി, ആദ്യമായി പുനർജന്മം നൽകപ്പെടുന്ന ആള് ഞാനാണെങ്കിലും മഹ്ശറയിൽ ചെല്ലുമ്പോൾ എന്നെയും മുമ്പ് മൂസാ നബി അലൈഹിസ്സലാം അർശം പിടിച്ചു നിൽക്കുന്ന രംഗം എനിക്ക് കാണാൻ കഴിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് ഈ ഒരു സംഭവം പറയുന്നത്? അർശം പിടിച്ചു നിൽക്കുന്നു എന്ന കാരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെക്കാൾ ഉത്കൃഷ്ടനാണെന്ന് വരുന്നില്ല. പക്ഷേ അവിടുത്തെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി നബിതങ്ങൾ അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു മഹിമ പ്രിയപ്പെട്ടവരെ തൽക്കാലം പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രശ്നം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠമാണ്. ഇന്ന് ഭരണം നടത്തുന്ന ഭരണാധികാരികളുടെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പ്രിയപ്പെട്ടവരെ, ഒരു സമൂഹത്തെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തെ മുഴുവനായി അടിച്ചമർത്തുകയും അവരുടെ ആരാധനാലയങ്ങൾ ഓരോരോ ദിവസങ്ങളിൽ നിഷ്കാസനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നേർക്കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണോ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. ഒരു നാട്ടിലെ പള്ളി എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ സമാധാനം നിലനിർത്താൻ വേണ്ടി സ്ഥാപിക്കപ്പെടുന്നതാണ്. ഒരു നാട്ടിൽ ഒരു പള്ളി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ നാട്ടിൽ സമാധാനകാംക്ഷികളായ ഒരു പറ്റം വിശ്വാസികൾ ജീവിക്കുന്നുണ്ട് എന്നതിന്റെ മകിടോദാഹരണമാണ് പ്രിയപ്പെട്ടവരെ ഒരു നാട്ടിലെ പള്ളി എന്ന് പറയുന്നത്. ഒരു നാട്ടിൽ ഒരു പോലീസ് സ്റ്റേഷൻ വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ രാജ്യത്ത് കൊള്ളയും കൊള്ളിവെപ്പും പ്രശ്നങ്ങളും ഒരുപാട് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിരീക്ഷിക്കപ്പെടാൻ കഴിയുന്നില്ല. ഇവിടെ തന്നെ പ്രത്യേകമായ ഒരു ബ്രാഞ്ച് ആവശ്യമായി വന്നിരിക്കുന്നു. കാരണം ഈ പരിസരങ്ങളിൽ അധർമ്മങ്ങളും അനീതിയും അക്രമവും കൊള്ളിവെപ്പും കൊലയും വർദ്ധിച്ചു വരുന്നുണ്ട് എന്നാണ് ഒരു പോലീസ് സ്റ്റേഷന്റെ പുതിയ എഡിഷൻ തുടങ്ങുമ്പോൾ നമുക്ക് നൽകുന്ന മെസ്സേജ്. എന്നാ പള്ളി എന്ന് പറയുന്നത് അതല്ല. പള്ളി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു രാജ്യത്ത്, ഒരു നാട്ടിൽ ഒരു നല്ല സംസ്കാരം നിലനിർത്തുന്നതിന്റെ ചിഹ്നമാണ്.
ഇന്ന അവ്വല ബൈത്തിൻ മുദിഅ ലിന്നാസി الذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا. ആദ്യത്തെ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലാഹു പറഞ്ഞ കാര്യം അതാ. ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി കഅബാലയമാണ്, മസ്ജിദുൽ ഹറാമാണ്. പ്രിയപ്പെട്ടവരെ, ആ മസ്ജിദുൽ ഹറമിൽ ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് നിർഭയത്വമുണ്ടാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ലോകത്തുള്ള എല്ലാ പള്ളികളും അങ്ങനെയാണ്, സമാധാനത്തിന്റെ ചിഹ്നങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ആ പള്ളികൾ ഒരിക്കലും തച്ചുടക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമൻ അദ്ലമു മിമ്മൻ മനാ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ. വേറെ ഒരായത്തിൽ അല്ലാഹു പറയുന്നു, ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا. അല്ലാഹുവിനെ ധാരാളമായി വാഴ്ത്തപ്പെടുന്ന പള്ളികൾ. പ്രിയപ്പെട്ടവരെ, പള്ളികളും ചർച്ചുകളും അതുപോലെ ആശ്രമങ്ങളും ആരാധനാലയങ്ങളെയും ചില ജനങ്ങൾ മറ്റു ചിലരെ തടഞ്ഞു നിർത്തിയിട്ട് പ്രതിരോധമുറ സൃഷ്ടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് ആരാധനാലയങ്ങൾ ഇവിടെ പൊളിക്കപ്പെടും, ഒരുപാട് പള്ളികൾ പൊളിക്കപ്പെടും. യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ നാമത്തെ ഏറ്റവും കൂടുതൽ വാഴ്ത്തപ്പെടുന്നതാണ് പള്ളികൾ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, പള്ളികളാണ് സമാധാനത്തിന്റെ വീടുകൾ. ആ പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് നല്ല സംസ്കാരങ്ങൾ നടക്കുന്നു. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ആശ്വാസം പകരാനും സമാധാനം പകരാനും പ്രിയപ്പെട്ടവരെ പള്ളികൾ വേദിയൊരുങ്ങുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഓരോ ദിവസവും പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോ എത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു കൊണ്ട് സഹായം കിട്ടുമോ എന്ന് ആശിച്ചുകൊണ്ട് ഓരോ പള്ളികളുടെയും മുമ്പിൽ നമുക്ക് പാവങ്ങളായ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ദരിദ്രവാസികളായ പ്രിയപ്പെട്ടവരെ, അഗതികളായ, യതീമുകളായ, അതുപോലെ വിധവകളായ ഒരുപാട് സമൂഹത്തിൽ അശരണരായ ആളുകൾക്ക് ആശാവഹമായിട്ടുള്ള കേന്ദ്രമാണ് പള്ളികൾ. അവിടുന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ വിഭാവനം ചെയ്യുന്ന പള്ളിയുടെ സംസ്കാരം അതാണ്. നിങ്ങൾ നോക്കൂ, അവസാനം ഖുർആനിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്നില്ലേ, ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. ഒരു മനുഷ്യന് ഭക്ഷണം പ്രധാനമായതുപോലെ, പ്രിയപ്പെട്ടവരെ, വെള്ളം പ്രധാനമായതുപോലെ, വായു പ്രധാനമായതുപോലെ അവന്റെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സമാധാനം എന്ന് പറയുന്നത്. ആ സമാധാനം വിഭാവനം ചെയ്യുന്നത് പള്ളികളാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹു തആല പറയുന്നതാണ്, ഈ നിങ്ങളുടെ ഓരോരുത്തരുടെയും പള്ളികളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. അവനാണ് നിങ്ങൾക്ക് വിശപ്പുണ്ടാകുമ്പോൾ ഭക്ഷണം തരുന്നത്. അവനാണ് നിങ്ങൾക്ക് പേടിയുണ്ടാകുമ്പോൾ നിർഭയത്വം നൽകുന്നത്. ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. പള്ളികൾ ഒരിക്കലും തന്നെ പ്രിയപ്പെട്ടവരെ അത് ജനങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളല്ല, ചിത്രതകൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളല്ല. ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനെ സാഷ്ടാംഗം നമിക്കുന്ന സ്ഥലങ്ങളാണ് പള്ളികൾ എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് അവിടെ സമാധാനം ലഭിക്കുന്നു. ഒരുപാട് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് ആളുകൾ അല്ലാഹുവിന് ആരാധനകൾ നിർവഹിക്കുന്നു. അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ധർമ്മമൂല്യമുള്ള ആശയങ്ങൾ വിഭാവനം ചെയ്യുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതും പള്ളികളാണ്. ആ പള്ളികൾ നമ്മുടെ നാടുകളിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ സമാധാനമില്ലാതെയാകും. അതുകൊണ്ട് പള്ളികൾ പൊളിക്കപ്പെടാൻ പാടില്ല. ഒരു പള്ളി എന്ന് പറയുന്നത് അത് നമ്മുടെ രാജ്യത്തുള്ള ഏത് പള്ളിയായാലും ശരി, പ്രിയപ്പെട്ടവരെ, ആ പള്ളി നമ്മുടെ ഓരോരുത്തരുടെയും പള്ളിയായി നാം പരിഗണിക്കണം. കാരണം അത് അല്ലാഹുവിന്റെ വീടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഈ ഭൂമിയിൽ
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്. പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്തെല്ലാം നന്മകളാണ് നേടിയെടുക്കാനുള്ളത്. കേവലം ആ പള്ളിയിൽ വന്ന് ഞാൻ ഇഅ്തികാഫിരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ പള്ളിയിൽ കിടന്നുറങ്ങുന്നത് പോലും ആരാധനയാണെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധമായ ഇസ്ലാം. ആ പള്ളിയിൽ നിന്ന് നല്ലതല്ലാതെ സംസാരിക്കാൻ പാടില്ല, നല്ല ചിന്തകളല്ലാതെ പ്രിയപ്പെട്ടവരെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നല്ല ധർമ്മമുള്ള മൂല്യമുള്ള ആശയങ്ങൾ വിഭാവനം ചെയ്യുന്ന ആ പള്ളികൾ ലോകത്ത് നിലനിൽക്കണം. അതൊരു രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഘടകമാണെന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നാൽ നമ്മുടെ രാജ്യത്ത് എത്രയോ പള്ളികൾ പൊളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ഏത് മതങ്ങൾ ഇവിടെ കടന്നു വന്നാലും എത്ര ആരാധനാലയങ്ങൾ ഉണ്ടായാലും അതൊന്നും നമുക്ക് ഭീഷണിയല്ല. നാം വിശ്വസിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാനുള്ള പള്ളികൾ പ്രിയപ്പെട്ടവരെ അത് എന്നെന്നും ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇടങ്ങളാണ്. അതുകൊണ്ട് അത് പൊളിക്കപ്പെടരുത് എന്ന നിർബന്ധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. വഖഫായിട്ടുള്ള പള്ളികൾ അത് അള്ളാഹുവിന്റെ സ്ഥലമായി മാറിയിട്ടുള്ളതാണ്. ലോകത്ത് പിന്നെ ഒരു ഭരണാധികാരികൾക്കും പ്രിയപ്പെട്ടവരെ ക്രയവിക്രയം ചെയ്യാൻ അതിൽ അധികാരമില്ല. എന്റെ ഒരു വസ്തു ഞാൻ അള്ളാഹുവിന് വേണ്ടി വഖഫാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഉപഭോക്താക്കൾ ലോകത്തുള്ള മൊത്തം മുസ്ലിങ്ങളാണ്, എല്ലാ വിഭാഗം ആളുകളുമാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അതിനെ വഖഫാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് ആ നിലയിൽ തന്നെ അത് നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. മൊത്തം ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ ഈ കിണർ വഖഫാക്കി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമാണ് പ്രിയപ്പെട്ടവരെ ആ വെള്ളം നാം ഉപയോഗിക്കാൻ പാടുള്ളത്. പിന്നീട് ആ വെള്ളം വേറെ ഒരു നിലയിലും അതിനെ വിൽപ്പന നടത്താൻ പാടില്ല. അതിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഒരു കുപ്പി ഒരു ബോട്ടൽ വെള്ളം പോലും നമ്മൾ വിൽപ്പന നടത്തുന്നത് ശരിയാവുകയില്ല. കാരണം അത് വഖഫിന്റെ ഭൂമിയായി വഖഫിന്റെ വെള്ളമായി മാറിക്കഴിഞ്ഞു. വഖഫിന്റെ പ്രത്യേകത അതാണ്. നമുക്ക് അതുവരെ അധികാരമുണ്ടായിരുന്നെങ്കിൽ പോലും നാം വഖഫ് ചെയ്യുന്നതോടുകൂടെ അത് നമ്മുടേതല്ലാതെ ആയി തീരുകയാണ്. അതുകൊണ്ട് ഏഴാനാകാശം വരെയും പ്രിയപ്പെട്ടവരെ ഒരു പള്ളി വഖഫാക്കുമ്പോൾ ഏഴാനാകാശം വരെയും ഏഴാം ഭൂമി വരെയും അത് വഖഫാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതിന്റെ അന്തരീക്ഷത്തിൽ പോലും പ്രിയപ്പെട്ടവരെ പിന്നീട് നമുക്ക് ക്രയവിക്രയം ചെയ്യാൻ അധികാരമില്ല. ഭൂമി വഖഫാക്കിയാൽ അങ്ങനെയാണ് നിയമമെന്ന് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ആ പള്ളികൾ പൊളിക്കപ്പെടുമ്പോൾ മുസ്ലിമീങ്ങളുടെ ഹൃദയം പ്രിയപ്പെട്ടവരെ മുറിച്ചെടുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് പള്ളികൾ ഇവിടെ സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. പള്ളികൾ എന്ന് പറയുന്നത് സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാണ്. 800 വർഷക്കാലം ഇന്ത്യ രാജ്യം ഭരണം നടത്തിയ മുസ്ലിം ഭരണാധികാരികൾ അവരുടെ ആശയം മാത്രമേ ഈ ഇന്ത്യ രാജ്യത്തുണ്ടാകാവൂ എന്ന് ഏതെങ്കിലും ഒരു ഭരണാധികാരി ആഗ്രഹിച്ചുവോ? ഇല്ല. യഥാർത്ഥത്തിൽ 800 വർഷക്കാലം ഭരണം നടത്തിയ ഈ ഭരണാധികാരികൾക്ക് പ്രിയപ്പെട്ടവരെ അങ്ങനെ ചിന്തിക്കാമായിരുന്നു. അങ്ങനെ ചിന്തിച്ചാൽ ഇവിടെ അത് നടപ്പിലാകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും അത് ചിന്തിച്ചില്ല. കാരണം ഒരിക്കലും തന്നെ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ എന്റെ മതക്കാരനല്ല. ലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ, ജാതീയതയ്ക്ക് വേണ്ടി സമരം നടത്തുന്നവൻ എന്റെ മതക്കാരനല്ല. ലൈസ മിന്നാ മൻ മാത അലാ അസബിയ, ജാതീയതയ്ക്ക് വേണ്ടിയും വംശീയതയ്ക്ക് വേണ്ടിയും വർഗീയതയ്ക്ക് വേണ്ടിയും മൃതിയടഞ്ഞു പോയവൻ എന്റെ മതക്കാരനല്ലെന്ന് ലോകത്തോട് ഉച്ചൈശ്വര്യം പ്രഖ്യാപിച്ച പ്രവാചകനാണ് മഹാനായ അസ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും പറഞ്ഞില്ലേ, വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്, ലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ ബിഗൈരി ഇൽം. മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധന വസ്തുക്കളെ നോക്കിയിട്ട് നിങ്ങൾ ചീത്ത പറയരുത്. നിങ്ങൾ അവരെ ചീത്ത പറഞ്ഞാൽ അല്ലാഹുവിനെയാണ് അവര് കുറ്റം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ മറ്റുള്ളവർ ആരാധിക്കുന്ന ഒരു വിഗ്രഹത്തെയും കുറ്റം പറയാനോ ചീത്ത പറയാനോ അതിന്റെ പേരിൽ കളിയാക്കാനോ പാടില്ല എന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു. ലക്കും ദീനുക്കും വലിയ ദീൻ. ഓരോരുത്തരും ഉൾക്കൊണ്ട പ്രസ്ഥാനമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രിയപ്പെട്ടവരെ അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്. ഈ ലോകം പടച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനെ അറിയില്ലേ ഇവിടെ ആരൊക്കെ വേണമെന്ന്?
നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ലോകത്ത് അല്ലാഹു തആല എല്ലാ വിഭാഗം ജനങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചു. ഏതെല്ലാം തരത്തിലുള്ള ആളുകളുണ്ട്, മതമുള്ളവരുണ്ട്, മതമില്ലാത്തവരുണ്ട്. പ്രിയപ്പെട്ടവരെ, സൃഷ്ടാവായ അല്ലാഹുവിനെ പോലും ചോദ്യം ചെയ്യുന്ന നിരീശ്വരവാദികൾ ഇവിടെയുണ്ട്. എന്ത് ഹിന്ദു മതം, എന്ത് ക്രിസ്തു മതം, എന്ത് മുസ്ലിം മതം, ഒരു മതവുമില്ല. മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം. മതത്തിന്റെ ആവശ്യമില്ല. അത് ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി പുരോഹിതന്മാരുണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് മതമെന്ന് പറയുന്ന നിരീശ്വരവാദികൾ ഇവിടെയുണ്ട്. ആ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും അല്ലാഹു കൊടുത്ത വെള്ളവും അവന്റെ വായുവും അവന്റെ സ്ഥലവും അവന്റെ ആരോഗ്യവും പ്രിയപ്പെട്ടവരെ അവൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു വിചാരിക്കുകയാണ് ഇനി അവന് പ്രസംഗിക്കേണ്ടെന്ന് എന്നില്ലേ? പക്ഷെ അല്ലാഹു അത് വിചാരിക്കുന്നില്ല. ഈ ലോകത്ത് എല്ലാ വിഭാഗം ആളുകളും വേണമെന്നാണ് അല്ലാഹുവിന്റെ തീരുമാനം. അതുകൊണ്ട് മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാ വിഭാഗം ജനങ്ങളും പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ജീവിക്കണം. അതിനനുസൃതമായ ഒരു ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന. മതേതരത്വത്തെ നിലനിർത്തിയിട്ടുള്ള ഈ ഭരണഘടന പ്രിയപ്പെട്ടവരെ ലോകത്ത് എല്ലാ മതക്കാർക്കും അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകിയിരിക്കുകയാണ്. ലോകാടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ ഇന്ത്യ രാജ്യത്തിന്റെ അത്ര നല്ല ഒരു ഭരണഘടന വേറെ ഏതെങ്കിലും രാജ്യങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കേണ്ട വിധത്തിൽ പ്രിയപ്പെട്ടവരെ ലോകത്ത് സമാധാനം നിലനിർത്താൻ ആവശ്യമായ എല്ലാ നിയമങ്ങളും സമാഹരിക്കപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് സുപ്രീം കോടതിയുടെ ഒരു വിധി വായിക്കാൻ കഴിഞ്ഞു. സഹിഷ്ണുതയെ എടുത്തു കളയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. അതുപോലെ മതേതരത്വത്തെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഇവിടെയുള്ള ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജീവിക്കാനും അവരുടെ ദീനിന്റെ അവരുടെ മതത്തിന്റെ പ്രബോധനം നടത്താനുമുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അത് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതയാണെന്ന് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, രാജ്യത്തുള്ള ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ചിന്തിക്കുക, ഭരണാധികാരി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ആത്മാവാണ്. ആ ഭരണാധികാരി പ്രിയപ്പെട്ടവരെ നാശമായി കഴിഞ്ഞാൽ ആ രാജ്യത്ത് സമാധാനം ഉണ്ടാവുകയില്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഭവം വിവരിച്ചു. ഇസ്രായേലിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് പ്രജകളുമായി അതാ ഒരു യുദ്ധത്തിന് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുതിരപ്പുറത്താണ് സവാരി ചെയ്യുന്നത്. പക്ഷേ രാജാവിന്റെ കുതിര സൈന്യത്തെ വിട്ട് ഓടി അകന്നുപോയി. എവിടെയാണ് തന്റെ പ്രജകളെന്ന് കാണാൻ പറ്റാതെയായി. ഉടനെ ഇതാ ശക്തമായ മഴ പെയ്തിറങ്ങുന്നു. അപ്പോൾ പൂർണ്ണമായും കൂട്ടം തെറ്റിപ്പോയി. ഇവിടെയാണ് എന്റെ കൂടെ വന്ന ആളുകളെന്ന് കാണാൻ പറ്റാത്ത വിധത്തിൽ പ്രിയപ്പെട്ടവരെ രാജാവ് ഒറ്റപ്പെട്ടു. ശക്തമായ മഴയിൽ അദ്ദേഹത്തിന് സമാധാനം ലഭിക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ കുതിരയെ ഓടിച്ചോടിച്ചെത്തിയത് ഒരു ചെറിയ ചെറ്റക്കുടിലായിരുന്നു. ആ കുടിലേക്ക് കയറി കുതിരയെ ഒരു ഭാഗത്ത് ബന്ധിച്ച് പ്രിയപ്പെട്ടവരെ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ അതാ ഒരു വൃദ്ധയായ മാതാവ് അവിടെ ഇരിക്കുന്ന രംഗം കണ്ടു. അവിടെ ആ ഉമ്മയുമായി കുശലാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, ഞാൻ ഭരണാധികാരിയാണ് എന്ന് പറയുന്നില്ല. ഉടനെ ഇതാ തന്റെ വീട്ടിലുള്ള മകള് പ്രിയപ്പെട്ടവരെ പശുവിനെയും കൊണ്ടുവരികയാണ്. പശുവിനെ വയ്ക്കാൻ പോയതായിരുന്നു. ഏറെ വയ്യാതെ പശുവിനെയും കൊണ്ടുവന്നു. ആ പശുവിന് പുല്ലെല്ലാം ഇട്ടുകൊടുത്ത് അത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ വീട്ടിലുള്ള മകൾ പ്രിയപ്പെട്ടവരെ പശുവിനെ കറന്നെടുക്കുകയാണ്. നല്ലപോലെ പാല് ചുരത്തി, ഇഷ്ടം പോലെ പാല് കൊണ്ടുവന്ന ഒരു കുടം നിറയെ പാല് കണ്ടപ്പോൾ രാജാവ് ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ്, ഒരു ചെറിയ ഒരു വീട്ടിൽ അതാ ഉത്ഭവിച്ച പാല് കണ്ടോ, എത്ര പാലാണ്. ഈ പാലിന് ഒരു ടാക്സ് ഈടാക്കിയാൽ ഈ രാജ്യത്തിന് എന്ത് വരുമാനമുണ്ടാകും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പശുവിൽ നിന്ന് കറന്നെടുത്ത ആ പാലിന് ടാക്സ് ഈടാക്കിയാൽ എത്ര നികുതിപ്പണം നമുക്ക് സമ്പാദിച്ചെടുക്കാനാകുമെന്ന് ആ രാജാവ് ഈ പാല് കണ്ടപ്പോൾ ചിന്തിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, രാജാവ് അങ്ങനെ അതാ വൈകുന്നേര സമയമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഈ പാല് കറക്കുന്നത് കണ്ടെത്താൻ വേണ്ടി ആളെ വിടുകയാണ്. രാവിലെ പാല് കറന്നു നോക്കുമ്പോൾ